കുടുംബങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ ഒക്കെ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മൾ എടുക്കണം. എല്ലാ സഹനങ്ങളും ദൈവഹിത പ്രകാരം എടുക്കണം എന്നൊക്കെ നമ്മൾ പറയും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ദൈവത്തിനെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്നൊക്കെ സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയാറുള്ളത് അങ്ങനെ തന്നെയാണ്. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ചില അനർത്ഥങ്ങളുണ്ടല്ലോ, ആ അനർത്ഥങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത പ്രസിലോഷ് അതിൻ്റെ പിന്നിൽ കൃപ എന്തോ എവിടെയോ ഒരു കൃപയുടെ കുറവ് വരുന്നുണ്ട്, അഭിഷേകത്തിൻ്റെ കുറവുണ്ടാകുന്നുണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് കാരണം മാത്രമല്ല ഈ അശുദ്ധി തിന്മയുടെ അതുകൊണ്ട് എളിമ മാക്സിമം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധി കൂടാ. അതാണ് ഹെബ്രായ ലേഖനം 12, 14, 15, 16 എല്ലാവരോടും സമാധാനത്തെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധ്യമല്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും 1 തെസ്സലോനിക്ക 4:4 മുതൽ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ 1 തെസ്സലോനിക്ക 4:4 മുതൽ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ സഹോദരിയെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. പൗലോസ് പറയാ, വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്താൽ ദൈവത്തിന്റെ പ്രതികാരം ഉണ്ടാകുമെന്ന് പോലും എഴുതി വച്ചിരിക്കുക. ചില ജീവിതങ്ങളെ, യുവതികളെ നശിപ്പിക്കുന്നവര്, യുവാക്കളെ നശിപ്പിക്കുന്നവര്, കുടുംബ ബന്ധങ്ങൾ, അന്യന്റെ ഭാര്യയെ നശിപ്പിക്കുന്നവര്, അന്യന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്നവര്. അപ്പോൾ തോർത്തോണം, ഇതൊക്കെ ഭയങ്കര. എൻ്റെ മക്കളെ അച്ഛൻ വളരെ ഞാൻ കാല് പിടിച്ച് പറയാം. കാരണം എൻ്റെ പരിശുദ്ധാത്മാവിൽ ഒരുപാട് നിങ്ങൾക്കറിയാലോ എത്രയോ ജീവിതങ്ങൾ നേരിട്ട് കാണുന്ന അച്ഛൻ ഓരോ ദിവസവും ജീവിതങ്ങൾ എനിക്ക് തുറന്നല്ല ഒന്നും പറയാൻ പറ്റില്ല. ജനത്തിൻ്റെ അവരുടെ സൽപ്പേര് കളയരുതല്ലോ ഒരിക്കലും. പാവപ്പെട്ട മനുഷ്യർ അവരുടെ സൽപ്പേര് കളയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വേദനയുണ്ട് ചില സ്ഥലം. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ പറയാം, ഇത്തരം പാപങ്ങൾ ചെയ്യുന്ന മക്കൾക്കെല്ലാം ഭയങ്കര തകർച്ചകളാണ്. ഇത്തരം പാപങ്ങൾ ചെയ്ത അനേക മക്കൾക്ക് ഭയങ്കരമായ തകർച്ചകൾ അവരെ ബാധിക്കുന്നത് കാണാൻ പറ്റും. വ്യക്തമായിട്ട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ജീവിതത്തിന് ഈ ബ്ലോക്ക് എന്ന് പറയും. ബ്ലോക്കുള്ളതാണ് ശരിക്കും. ചില മേഖല തടസ്സമെന്ന സംഭവമുണ്ട്. ഇത്തരം വിശുദ്ധിക്കെതിരായിട്ട് പാവം നിർത്തിക്കേ. വീട്ടിലിരുന്ന് വേണ്ടാത്ത ഫിലിമുകളും ടെലിവിഷനും അല്ലെങ്കിൽ ഈ സീരിയലെല്ലാം കാണാൻ പോകാതിരിക്കുക. നമ്മുടെ വസ്ത്രധാരണയും നമ്മുടെ ജീവിതശൈലിയൊക്കെ കൃപയ്ക്ക് ചേർന്ന്, കൃപയുള്ളവർക്ക് വസ്ത്രധാരണ കൃപ കിട്ടിയാൽ അറിയാം. അത് കൃപ കിട്ടാൻ നമുക്ക് ഇന്ന് ശരിക്കും നമ്മൾ നാളെ നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന പരിശുദ്ധമാണ് അഭിഷേകത്തിന് വേണ്ടി. അഭിഷേകം കിട്ടിയില്ലെങ്കിലുണ്ട്, കൃപ കിട്ടിയില്ല, വീണ്ടും നമ്മൾ പഴയപടി തന്നെ നമ്മൾ പോകും. വീണ്ടും നമ്മൾ തകർച്ചകളും അപകടങ്ങളും അനർത്ഥങ്ങളും അനുഭവിക്കേണ്ടി വരും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ ഇത്തരം അശുദ്ധിയുടെ മേഖല, അശുദ്ധഭാവം, ശുദ്ധതയ്ക്കെതിരായ ഭാവം, പുണ്യത്തിന്, അത് നമ്മുടെ വിളിയതാണ്. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധരായിട്ട് ജീവിക്കാനാണ് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേരേ പോരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എഫെസോസ് ലേഖനം 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും, പരിശുദ്ധമായ സ്നേഹം. നമുക്ക് പരസ്പരമുള്ള സ്നേഹം പരിശുദ്ധമായ സ്നേഹം, അശുദ്ധമായ സ്നേഹമല്ല, പരിശുദ്ധമായ. മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും അയൽക്കാരും പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളുമായിട്ട് നമുക്ക് സ്നേഹം വേണം. പക്ഷെ അത് പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം. അവിടെ സ്വാർത്ഥ ലാഭങ്ങളോ സുഖഭോഗങ്ങളോ നോക്കരുത്. അതൊരു പാപമാണത്. ചതിക്കരുത്. പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കരുത്, നശിപ്പിക്കരുത്. പാവപ്പെട്ട അമ്മമാരെ ചതിക്കരുത്. പലതും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വഞ്ചിക്കരുത്. ഭയങ്കര അപകടങ്ങൾ ഇത്തരം കുടുംബങ്ങൾക്ക്, ജീവിതങ്ങൾക്ക് സംഭവിക്കുന്നത് അറിയാറുണ്ട്. രോഗങ്ങളുണ്ടാകാം, ദുരിതങ്ങളുണ്ടാകാം, സാമ്പത്തിക തകർച്ച ഉണ്ടാകാം, മാനസിക രോഗങ്ങളുണ്ടാകാം, ജോലി തകർച്ചകൾ വരാം, കുടുംബ പ്രശ്നങ്ങളുണ്ടാകാം, സന്തോഷം നഷ്ടപ്പെടും, വിശ്വാസം നഷ്ടപ്പെടും, പള്ളിപ്പോക്കൊക്കെ നഷ്ടപ്പെടും, കുമ്പസാരമൊക്കെ വേറെ ഒരു ചടങ്ങാകും. കള്ളത്തെ കുമ്പസാരിക്കില്ല, കുമ്പസാരം നീണ്ടു പോകും, പ്രാർത്ഥിക്കാൻ പറ്റില്ല, പിന്നെ ഭയങ്കരമായ അസ്വസ്ഥതയാണ്, പരിശുദ്ധമായ അഭിഷേകം കുറയും, സ്തുതിക്കാനൊന്നും പറ്റില്ല, ഭാഷാവരം കിട്ടത്തില്ല, കൃപ ഒന്നും കിട്ടത്തില്ല, കൃപയുടെ ചാനൽ നിൽക്കും, പിന്നെ ഒരു മൃഗമായിട്ടങ്ങ് മാറുന്നു കാണാൻ പറ്റും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞേ. ബന്ധനടിഞ്ഞ് പൊട്ടാടിയിട്ടായിട്ട് പോരാ. കരങ്ങൾ ഉയർത്തി കടിച്ച് പോരാ. ഒറ്റ വിളി ഈശോ. 2 കരം കൊടുത്ത് ഈശോയേ, ഈശോയേ. ആമേൻ, ആമേൻ.
വീണ്ടും അച്ഛൻ പറയും വിശുദ്ധിയുടെ മേഖല, കാരണം വളരെ ഗൗരവമേറിയ മേഖലയായതുകൊണ്ട് അച്ഛൻ ഈ പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നവർക്കുള്ള ഈ വിശുദ്ധിയുടെ മേഖല ഭയങ്കര തകർച്ച, മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രവിദ്യ, ഇതെല്ലാം ചേർന്ന് കിടക്കുന്നത്. അത് പഴയ നിയമത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയും, വിഗ്രഹാരാധനയും പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയും ജഡികപാപത്തും ഒരുപോലെ, രണ്ടിനെയും വ്യഭിചാരം എന്നുള്ള വാക്ക് പറയും. വ്യഭിചാര ദുർബോധം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുമ്പോൾ രണ്ടർത്ഥത്തിലും അത് ഉദ്ദേശിക്കുന്നുണ്ട്. സ്വരമടത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 27, 28, 29 ശ്രദ്ധിച്ച് കേട്ടണം. ഉടുപ്പ് കത്താതെ മാരടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 32, 33, 34. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുകയാണ്. ശതങ്ങളും മാനഹാനിയുമാണ് അവൻ ലഭിക്കുക, അവൻ്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയാ, സർവ്വത്തിൽ യേശുവേ നന്ദി. ഒരുപാട് പലപ്പോഴും കൊണ്ട് ഈ വ്യഭിചാര ദുർബോധം നിറഞ്ഞ ആളുകൾ നുണ പറയും, ഭയങ്കര നുണ പറയും, മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കും, ആരെ വേണമെങ്കിലും തരം താഴ്ത്തും, പ്രസലോഷം ഉപദ്രവിക്കും, കുറ്റം പറഞ്ഞ് മറ്റുള്ള നശിപ്പിക്കും. അവർ ഭയങ്കരമായിട്ട് അവർ പലപ്പോഴും ഇത്തരം ആളുകൾ ചിലർക്ക് ഭയങ്കര കഴിവുകൾ കാണാൻ പറ്റും, ഹൈലി എഫിഷ്യൻ്റാണ്. പക്ഷേ അവിടെ പ്രവർത്തികൾ അവസാനം വരുമ്പോൾ എല്ലാം തകർന്നു പോകും. പ്രസലോഷം എല്ലാം ആദ്യം അങ്ങ് വളർച്ചയെ, പിന്നെ മുഴുവൻ തകർന്ന് കാണും. പണം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള വഴി പണം മുഴുവൻ അവസാനം പറ്റും. വരും മക്കളൊക്കെ വളർത്തി വരും, പക്ഷേ കുറച്ച് മക്കളെല്ലാം പ്രശ്നമാകും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ജീവിതം പിന്നെ ഒരു സന്തോഷം നഷ്ടപ്പെടും, മുഖത്ത് സന്തോഷം കാണില്ല, അപ്പോൾ ഭയങ്കര ചിരി അട്ടഹാസമാണ്, ഭയങ്കര എല്ലാം പോകും. ഈ ജഡികഭാവമുള്ള വ്യക്തിക്ക് ആരോട് വലിയ വെള്ളം പോകും, എല്ലാ ബന്ധങ്ങളും നോക്കും. ഒത്തിരി ഫ്രണ്ട്സുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഫ്രണ്ട്സുകൾ വരും. കഴിഞ്ഞ ഒരു ധ്യാനത്തിൻ്റെ ഒരു കൊച്ച് പെൺകുട്ടികൾ എന്ന് വെച്ചാൽ ഞാൻ അഡിക്റ്റാണെന്ന് പറഞ്ഞു. ഒരു 22, 23 വയസ്സുള്ള പെൺകൊച്ച് വരിക. അതോ ഈ 3 ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്ന മദ്യം, സെക്സ്, പണം. ഈ വഴിവിട്ട വഴിയിലൂടെ പണം കൈവന്നാലുണ്ടല്ലോ, അത് പലപ്പോഴും പോകുന്നത് മദ്യത്തിനും സെക്സിനും. അധാർമികമായ സമ്പത്ത് അത് വരുമ്പോൾ അത് പോകുന്ന ഇങ്ങനെയുള്ള വഴികളിലൂടെ, അല്ലെ കട്ടെടുത്തും വഞ്ചിച്ചും ചതിച്ചും അർഹതയില്ലാത്തതൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതെല്ലാം പോകുന്നത് ഇങ്ങനെയുള്ള വഴിയിലാണ്. പിന്നെ കൂടുന്നുണ്ട്, ആളുകളുടെ കൈവശം നിന്ന് പണം പെട്ടെന്ന് കൂടുതലാണ്. പണ്ടത്തെ കാലം കാശിഷ്ടം പോലായി, പണം ആരെയും വിലയ്ക്ക് മേടിക്കാവുന്ന, ചിലപ്പോൾ തമ്പുരാനെയോ സഭയൊക്കെ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നുള്ള ചിന്ത പോലും കീറിപ്പിടിക്കുന്നുണ്ട് ചിലർ. പക്ഷെ അതൊക്കെ അവരുടെ ആ നാശത്തിൻ്റെ മണിമുഴക്കങ്ങൾ അവർ കേട്ടു തുടങ്ങിയിട്ടുണ്ടാകും. പണം കൂടി. അപ്പോൾ ഈ 3 തിന്മ, ഇതാണ് ബന്ധനം. ഈ 3 ബന്ധനങ്ങളുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മേൽ കൃപയൊഴുകില്ല. പണത്തിനൊന്നാം ദൈവം പണമാണ് ഒന്ന് പറഞ്ഞു കരുത്. കൊളോസസ് 3:5 പറയും, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. വിഗ്രഹാരാധന സിമിലർ ഓർഡർ, ഇത് ഐഡൽ വർഷിപ്പാണ്, ആരാധനയാണ്. പണക്കാർ അങ്ങനെ നടപ്പ് കെട്ടിപ്പൊക്കെ ഉണ്ട്. അത് വരുമ്പം അതാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ഭയങ്കര തകർച്ചകൾ ഒത്തിരി ഉണ്ട്. പാപ്പിളിക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പുതിയനും കൂടുന്നില്ല, എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോകാറുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ. കാരണം പറഞ്ഞൊന്നുമില്ല, തകർന്ന കുഞ്ഞു, പ്രത്യേകിച്ച് മദ്യപാനം കൊണ്ടൊക്കെ ജീവിതം തീർന്നു. എൻ്റെ മനസ്സിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഒരിക്കൽ ദിവസം എൻ്റെ ഞങ്ങളുടെ തൊട്ടടുത്ത് മോൺഫോർട്ട് സ്കൂളുണ്ട്, റെസിഡൻഷ്യൽ സ്കൂളാണ്, നല്ല സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലെ 2-3 കുട്ടികൾ കൂടി ഒരു കൊച്ചിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അച്ഛാ, ഈ കുഞ്ഞിന് ഒത്തിരി സങ്കടത്തിൽ തകർന്നിരിക്കുന്നു, ഇതുപറ്റി അച്ഛാ. വൈകിട്ട് ഈ കുട്ടി സ്കൂൾ ബസ്സിന് കയറി വീട്ടിൽ പോകുമായിരുന്നു. വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന അവിടെ ഇവളുടെ വണ്ടി ഇറക്കുന്ന സ്ഥലത്ത്, ഈ കൊച്ചിനെ ഇറക്കുന്ന സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തി കുഞ്ഞവിടെ ഇറങ്ങി. ഒരു വീടിനടുത്ത് ഇറങ്ങുമ്പോൾ അച്ഛാ, ഈ കുട്ടിയുടെ പപ്പ കുടിച്ച് ഒരുത്തിനോട് തല്ലുണ്ടാക്കിയിട്ട് തുണിയില്ലാതെ കിടക്കുക. അപ്പോൾ ഈ സമയത്ത് വണ്ടിക്കകത്തിരുന്ന ഇവളുടെ കൂട്ടുകാരെല്ലാം കൂടെ ഒറ്റ കൂച്ച്, ഇതേ ഇന്നയാളുടെ പപ്പ നോക്കിയാടാ നിൻ്റെ പപ്പ ഇങ്ങനെ. അയ്യോ, ഈ കുഞ്ഞൊന്ന് തകർന്നു പോയിട്ട് ശരിക്കും സൂയിസൈഡ് പോയിട്ട് അതുപോലെ നിരാശപ്പെട്ടു പോയി. ആ കുഞ്ഞുങ്ങളുടെ വേദന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും അറിയാവോ?
പല കുടുംബങ്ങളുടെയും ഭാര്യമാരുടെ ആ കണ്ണീര് ഇതിന് മദ്യത്തെയും പുകവലിയും കഞ്ചാവിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും അത് വിൽക്കുന്നവർക്ക് ഓർത്തോണം. ഞാൻ പറയും, അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ അനുകൂലിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന മക്കളോട്, എൻ്റെ മകനെ മകളെ, നിൻ്റെ കുടുംബത്തിൻ്റെ തലയിൽ ഈ പാവങ്ങളുടെ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ കണ്ണീരുണ്ടാവും, ആ വീട്ടിലുണ്ടാവും. എന്തേറെ പണം ഉണ്ടാക്കിയാലും പാവപ്പെട്ട മക്കളുടെ കണ്ണീര്, തകർന്ന കുടുംബങ്ങളുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ ചിലപ്പോൾ അപ്പനവൻ ചങ്ക് പൊട്ടിക്കരയുക, അച്ഛാ അവൻ ഇവിടെ വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി, അവൻ കഞ്ചാവ് മദ്യം, അവന് വേറെ പല പെണ്ണുങ്ങളോട് ബന്ധം, അച്ഛാ അച്ഛനെ രക്ഷിക്കണം, ചങ്ക് കരയുക, ബോധം കെട്ടി വീണിട്ടുണ്ട് അപ്പനമ്മമാർ എൻ്റെ മുമ്പിൽ. എന്നിട്ട് ഞാൻ നോക്കി നിൽക്കണമല്ലേ, സപ്പോർട്ട് ചെയ്യണം, കുടിച്ചോടാ കുഴപ്പമില്ല, നല്ലതാടാ ഇത്. ഭഗവാനിച്ചോടാ കുഴപ്പമില്ല, വാരി കൊടുക്ക, കല്യാണത്തിനൊക്കെ വാരി കൊടുക്ക, കുടിക്കാൻ കൊടുക്കല്ല, നശിക്കട്ടെ മൊത്തം കൂടെ. ഈ രീതിയിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണം ചിന്തിക്കുക, അച്ഛൻ എന്തിനാ ഇത് പറയുന്നല്ലേ? അതെ, ഈ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അനുഗ്രഹമുണ്ട്, സഹോദര സ്നേഹം. പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ അപരൻ്റെ വേദന തിരിച്ചറിയാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവില്ലാത്തവന് സ്വന്തം വേദന മാത്രമേ അറിയത്തുള്ളൂ. സ്വന്തം സുഖം മാത്രമേ അവൻ നോക്കുകയുള്ളൂ. സ്വന്തം കുടുംബത്തിൻ്റെ, സ്വന്തം ജീവിതത്തിൻ്റെ പേരും പെരുമ വലിപ്പം നോക്കുകയുള്ളൂ. വേറെ ആരുടെയും ഗുണമോ ദോഷമോ നോക്കില്ല അവൻ, ഒരിക്കലും നോക്കില്ല. വേറെ ആരും നശിച്ചാലും നോക്കില്ല. നാട് തീർന്നാലോ, കുടുംബങ്ങൾ വെളുത്താലോ, വിവാഹങ്ങൾ പൊട്ടിത്തകർന്നാലോ അതൊന്നും അവന് ബാധകമല്ലത്. അവൻ്റെ സുഖം വലിപ്പം, അതാണ് എൻ്റെ കല്യാണം, നാട്ടിലെ ഏറ്റവും വലിയ കല്യാണം, ഈ പേരെടുക്കാൻ വേണ്ടി ഇഷ്ടപോലെ കേസുകളൊക്കെ വെച്ചങ്ങ് കൂട്ടിപ്പിച്ചേക്കുവേ. പക്ഷെ ഈ കണ്ണീര് കാണണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അമിരുസോഴി നല്ല നല്ല കല്യാണങ്ങളൊക്കെ തകർന്നു കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സ് തോന്നിപ്പോറുണ്ട്, ചിലപ്പോൾ ആ പാവപ്പെട്ട അമ്മയുടെ കാണുന്നേ ഞങ്ങളെന്തോരം കാണുന്ന. ഈ നാട്ടിൽ ഇത്ര തിന്മയുണ്ടെങ്കിൽ അത് നിർത്തണമെന്ന് കാല് പിടിച്ച് ഞാൻ പറയുക. ഞാൻ ആരുമല്ല, പക്ഷെ കർത്താവ് എന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുത്ത് അയച്ചതാണെന്ന് എനിക്ക് പരിശുദ്ധാത്മാവിൽ നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഉറപ്പിച്ചു പറയുന്നത്. റോം കത്തിയെറിഞ്ഞപ്പോൾ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറയാറുണ്ട്. അതുപോലെ പല കുടുംബങ്ങളും കത്തിയെറിഞ്ഞ് തീരുമ്പോൾ ഒത്തിരി പേർക്കതൊരു വീണവായനയുടെ സമയമാണ്. അവൻ്റെ വീട് തീർന്നടാ, അവളുടെ കെട്ടിയവൻ കുടിയനാടാ, ആ കുഞ്ഞുങ്ങളെ അനുഭവിക്കും. കുഞ്ഞുങ്ങളെന്താ തയ്യാറ്, ഈ കുഞ്ഞുങ്ങൾ ധ്യാനം നടക്കും, വാ, ഈ വിമർശിക്കുന്നവനൊക്കെ വാ, കുട്ടികളുടെ ധ്യാനത്തിന് വന്ന് ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരൊന്നൊപ്പ്, അതുങ്ങൾക്കൊരു ഉത്തരം കൊടുക്ക്. ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്നു, എന്തിനാണാവോ? ചോരയുടെ പണമല്ലേ. ഈ യൂദാസിൻ്റെ പണം എന്താ? നീതിമാനെ ഒറ്റിക്കൊടുത്തപ്പോൾ കിട്ടിയ 30 വെള്ളിനാണ്. അത് പള്ളിയിലെ നേർച്ചപ്പെട്ടി കൊണ്ട് എറിഞ്ഞപ്പോൾ അവർ കാര്യം കൊള്ളാം. പക്ഷേ അന്നത്തെ പരിസരും പുരോഗതിരും പറഞ്ഞു, ഇത് നേർച്ചപ്പെട്ടി ഇടാൻ കൊള്ളില്ല, ഇത് പള്ളിക്ക് കൊള്ളില്ല. ചില പള്ളികളൊക്കെ പണിയുമ്പോഴും പലയിടം ഇങ്ങനെയുള്ള പണമൊന്നും കൊണ്ട് മേടിക്കരുത്. ഒക്കെ ഞാൻ പറയും, മേടിക്കാൻ കൊള്ളത്തില്ല. ഈ പണമൊന്നും പള്ളിക്കൊന്നും കൊള്ളുന്ന പണിയില്ല. പള്ളിക്കൊക്കെ അപകടം ഉണ്ടാവും, ഈ പള്ളിയുടെ വളർച്ചയ്ക്ക് അത് ബാധിക്കും. ഇതൊന്നും കൊള്ളില്ലത്. അത് കൊള്ളാവുന്നത് ബൈബിളിൽ പറഞ്ഞു, ശവപ്പറമ്പ് മേടിക്കാനേ കൊള്ളുകയുള്ളൂ, വേറൊന്നിനും കൊള്ളില്ല. ശവപ്പറമ്പിന് കൊള്ളും. അവർ പറഞ്ഞു, അതുകൊണ്ട് വിദേശികളെ അടക്കാനുള്ള ശവപ്പറമ്പ്, ആ പണം മക്കളെ വളർത്താൻ കൊള്ളത്തില്ല, പഠിപ്പിക്കാൻ കൊള്ളത്തില്ല, ഭാവി കൊടുക്കാൻ കൊള്ളത്തില്ല, അത് ആ പണം കൊള്ളില്ല. ആ പണം കൊണ്ട് പഠിപ്പിച്ച് നോക്ക്, കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഒരുപാട് കണ്ണീരിൻ്റെ പണം തകർന്ന കുടുംബങ്ങൾ. മക്കളെ, ഈ ധ്യാനത്തിൽ ഈ ബന്ധനം അഴിയണം. ഈ ദേശത്ത് ഇന്നെൻ്റെ അടുത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നു, മുതിർന്നവർ കരഞ്ഞുകൊണ്ട്, മദ്യപാന, പുകയില, കഞ്ചാവ് ഇഷ്ടം പോലെ കടിക്കുന്ന മക്കൾ എൻ്റെ അടുത്ത് വന്നു, തകർന്ന ജീവിതം കൊണ്ടു. ഇതൊക്കെ മാറട്ടെ, എങ്കിലും ക്രിസ്ത്യാനി ആകുള്ളൂ. അല്ലെങ്കിലോ അതാണ് ക്രിസ്ത്യാനി വിശുദ്ധീകരിക്കണം, അവനെ സാങ്ക്ടിഫൈ ചെയ്യണം, വിശുദ്ധീകരിക്കപ്പെടണം. ക്രിസ്ത്യാനി ക്രിസ്തുവിനോ, അല്ലെങ്കിൽ പണി നിർത്ത്, ക്രിസ്ത്യാനിയുടെ പേരും വിട്ട് ആ വീട്ടുപേരും പേരും മാറ്റി എഴുത്, വേറെ ഏതെങ്കിലും സമൂഹത്തിൽ പോയി ജീവിക്കും. ഇതിനകത്ത് പറ്റിയല്ല. ഇതിനകത്ത് വരുമ്പോൾ ഇതിന് നിയമമുണ്ട്. ഇതിൻ്റെ നിയമം അച്ഛൻ്റെ നിയമമോ ആരുടെ നിയമമല്ല, ക്രിസ്തുവിൻ്റെ നിയമം. ഇതിനകത്തൊരു നിയമമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ നിയമമോ. അതനുസരിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ മതി. ഹല്ലേലൂയാ. ഇതിന് നിയമമുണ്ട്, ക്രിസ്തുവിൻ്റെ നിയമമുണ്ട്, അപ്പസ്തോലന്മാരുടെ നിയമമുണ്ട്, സുവിശേഷ നിയമങ്ങളുണ്ട്. കൈയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിട്ട് പോരാ. ഒറ്റ വിളിച്ചോയേ,
ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, ഇവിടെയുള്ള മാതാപിതാക്കൾ, എൻ്റെ മക്കളെ, നമുക്ക് ഇങ്ങനെയുള്ള ആനന്ദങ്ങളും സന്തോഷങ്ങളും മാറ്റിയിട്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പം കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, മദ്യലഹരി പോലെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളൊക്കെ ഒന്ന് സ്നേഹിച്ചാൽ എന്തൊരു രസമാണ്. ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിതം, മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് സന്തോഷിച്ചു പാട്ടുപാടി ചിരിച്ചും കളിച്ചു, ആ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം. അവിടെ ഈ ദുഷിച്ച സന്തോഷങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. കാരണം അവരുടെ പണമാണല്ലോ, അവരുടെ വരുമാനം. പക്ഷേ ആ പണം ഞാൻ പള്ളി നേർച്ചപ്പെട്ടിട്ട് അത് കൊള്ളത്തില്ല, ഒരുപാട് അത് കൊള്ളത്തില്ല, അതവിടെ ഒന്നിനും കൊള്ളത്തില്ല. ആകെ കൊള്ളാമെന്ന് സെമിത്തേരിക്കുള്ള മണ്ണ് മേടിക്കാൻ കൊള്ളാം. പ്രസലോഷ് വേറെ ഒന്നിനും വേണ്ടി അത് കൊള്ളുന്നില്ല. മറ്റൊരുത്തരെ വഞ്ചിച്ചും ചതച്ചും വെട്ടിച്ചത് അമിത പലിശ, ബ്ലേഡ് പലിശയ്ക്കൊക്കെ പണമേ ഉണ്ടാക്കിയിട്ട് ആ പണമൊക്കെ മറ്റൊരു ചതിച്ച് അവൻ്റെ പട്ടയും അവൻ്റെ സാധാരണവും അവൻ്റെ വീടും അവൻ്റെ സ്ഥലവും ഒക്കെ കൈപ്പിടിച്ചെടുത്തുകൊണ്ട് അവന് പലിശ മുഴുവൻ മേടിച്ച് അവന് കൂട്ടുപലിശ പലിശയൊക്കെ മേടിച്ച് അങ്ങനെ നടക്കുന്ന പണമൊക്കെ കൊള്ളാവുന്നത് ഈ ഒരു കാര്യത്തിനെ കൊള്ളുള്ളൂ. മറ്റൊരുത്തൻ്റെ ഭാര്യയെ ഭർത്താവിനെ ചതിച്ചുണ്ടാക്കണം, കൂട്ടിക്കൊടുത്തു. കൂട്ടിക്കൊടുക്കലെന്ന് ലോകത്തുനിന്ന് ഭയങ്കര കൂടുതലാണ്. അതൊന്നും, ആ പണം കൊണ്ടൊന്നും മക്കളെ വളർത്തരുത്. ആ പണം കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്. അപ്പനമ്മയും ഉള്ള കഷ്ടപ്പെട്ട് നേരായ വഴിയിലൂടെ ഉണ്ടാക്കുന്ന പണം, അതുകൊണ്ട് വേണം മോനെ നീ സ്കൂളിൽ പൊക്കോടാ, നീ അത് പഠിച്ചോ, ഇത് നേരായ വഴിയുള്ള പണം കൊണ്ട് വളർത്തിയാലേ വളരുള്ളൂ. അല്ലെങ്കിൽ അച്ഛനീ പറഞ്ഞ് ശരിയോ തെറ്റോ നിങ്ങൾ എഴുതി വെക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അച്ഛൻ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് മനസ്സിലാവും. അണക്കര ധ്യാന കേന്ദ്രം സിമ്പിൾ ധ്യാന കേന്ദ്രം, പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല. എനിക്കാണ് എങ്ങനെയുള്ള പണിയെടുക്കാൻ പറ്റും, ഏത് രീതിയിലുള്ള പണിയാണ് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഈശോ എനിക്കൊന്നും വേണ്ട, ആരുടെയും വേണ്ട, ഉള്ളത് മതി. എനിക്ക് അഭിഷേകം പോകരുത്, ഇതിനകത്ത് തിന്മയുടെ പണം ഇരുന്നെങ്കിൽ അതുകൊണ്ടൊന്നും പണിയില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആ ത്യാഗം എടുത്തോളാം, എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് എൻ്റെ കർത്താവ് വേണം, എനിക്കല്ല കൊട്ടാരം പണിയാന്നേ, ഏത് ലെവലുള്ള എനിക്ക് പണിതെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. ഒരു ചോദിച്ചാൽ ആര് വേണം തരുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. പ്രശ്നമോ, പക്ഷേ എനിക്കൊരു പേടി ഇതാണ്, വരുന്ന പണം നേരായ വഴിയിലൂടെ പണമല്ല എങ്കിൽ പിന്നെ അത് പണിത് കഴിയുമ്പോണ്ടല്ലോ കെട്ടിടം കാണും, അഭിഷേകം കാണില്ല. പ്രസലോഷ് കർത്താവിൻ്റെ സാന്നിധ്യം കാണില്ല. കെട്ടിടമല്ല വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. കെട്ടിടമല്ല വേണ്ടത്, പരിശുദ്ധാത്മാവാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ്, കെട്ടിടമല്ല വേണ്ടത്, അഭിഷേകം വേണ്ട. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ പോലെ ഉച്ചത്തില് പല കുടുംബങ്ങളും പണ്ട് പാവപ്പെട്ട കുടുംബമായിരുന്നു. അന്ന് ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അപ്പനും ഭയങ്കര സ്നേഹം, മക്കളും അപ്പനും തമ്മിൽ നല്ല അനുസരണം, കൂട്ടും വഴക്കും ബഹളവും ഒക്കെ ഉണ്ട്. ഇത് രസമാണ്. ഇത് വലിയ കൊട്ടാരം പറഞ്ഞപ്പോൾ അല്ല, ഓരോ വഴിക്കായി. ഇത് ബന്ധമില്ല, പേര് പറയാൻ ഒരു കെട്ടിടമുണ്ട്, പക്ഷെ കുടുംബമില്ല. വേണ്ടത് കുടുംബം പണിയാതെ കെട്ടിടം പണിയരുത്. കുടുംബമില്ലാത്ത കെട്ടിടങ്ങളോ അത് മാറട്ടെ, അത് അഭിഷേകമുള്ള വീടുകളുണ്ടാവട്ടെ. അതുകൊണ്ട് ഈ തിന്മകളെ മാറണം. സ്വവർഗരതി, സ്വയംഭോഗം, വ്യഭിചാരം, ബ്ലൂ ഫിലിം, മദ്യപാനം, കഞ്ചാവ്, ഇത് മാരക ഭാവ ആത്മനാശത്തിന്റെ വഴിയാ. അത് കൂട്ടിക്കൊടുക്കുന്നവനും ഒക്കെ ഓർത്തണം പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതുകൊണ്ട് അങ്ങനെയൊന്നും പണം ഉണ്ടാക്കരുത്. പണം വേണം, ജീവിക്കാൻ പണമൊക്കെ വേണം, കഷ്ടപ്പെടണം, മക്കളെ വളർത്തണം, ഭാവി ഒക്കെ പണം. പക്ഷേ നേരായ വഴി ഇതെന്ത് കുടുംബങ്ങൾ തകർച്ചതുകൊണ്ട്. അവിടെ ഇതുകൊണ്ട് അവസാനം മുഴുവൻ കൊണ്ട് ആശുപത്രിക്കാരെ കൊണ്ടുപോകുന്നേ, ഹോസ്പിറ്റലുകാരെ കൊണ്ടുപോകും, അവരവരും കൊണ്ടുപോകുന്നേ, വലിച്ചു പറിച്ചുകൊണ്ട് മക്കളെ പേടിപ്പിക്കുന്നേ. ഒറ്റ നോക്കുമ്പോൾ മോൾ വേറെ വഴിക്ക്, മോൻ വേറെ വഴി, ഇതെല്ലാം വരുമ്പോൾ കരയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ തങ്കപൊട്ടിക്കര. അതുകൊണ്ട് നേരായ പണം അതേ നിലനിൽക്കുള്ളൂ. നേരല്ലാത്ത പണമൊന്നും നിലനിൽക്കില്ല. പ്രസലോഷ് നേരായ പണം മാത്രമേ സമാധാനം തരുള്ളൂ. അത് തികഞ്ഞ ബോധ്യത്തോട്. അതുകൊണ്ട് ഈ മൂന്ന് കൂട്ടുകാരൊരുമിച്ച സെക്സ്, മദ്യം, പണം. ഇന്ന് പണം കൂടിയതുണ്ട്, എല്ലാം പോകാം. ഭയങ്കര പരിപാടികളല്ലേ, എല്ലാത്തിനും വലിയ പരിപാടി. വിട്ട് മക്കളെ കടത്ത ദൈവം തരും, പണം തരും, ദൈവം നന്ദി പറയുക. നേരായ വഴികൾ, ആരും ചതിച്ചും വന്ദിച്ച് ഇതിനെല്ലാം ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. മരണമെന്ന് വിളി കഴിയുമ്പോൾ ആദ്യം ഇതിനെല്ലാം കണക്ക് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരും ഭയപ്പെടുത്താനല്ല. പക്ഷേ സുവിശേഷം തന്നെയാണ്, എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് കേൾക്കാൻ ചെവിയുള്ളോ കേട്ടാൽ മതി. ഹല്ലേലൂയ. ശ്രാപകൻ വിളിച്ചു പറഞ്ഞ്, ഇതാ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരെറിയപ്പെടും. ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതിനെ അച്ഛൻ പറയാൻ പോകുന്നു. നല്ല ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, വിശുദ്ധിയുടെ ഫലങ്ങൾ, വിശ്വാസത്തിന്റെ ഫലങ്ങൾ, കൃപയുടെ ഫലങ്ങൾ, സ്നേഹത്തിന്റെ ഫലങ്ങൾ,
പുണ്യത്തിൻ്റെ ഫലങ്ങൾ. ആ ഫലമല്ല, ദുഷിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മുഴുവൻ വൃക്ഷങ്ങൾ ഓർത്തുകൊള്ളുക, അത് ദൈവം വെട്ടിത്തീരെറിയും. നമ്മൾക്ക് ഫലം നോക്കാം, വൃക്ഷത്തിൻ്റെ ഫലം നോക്കാം. എൻ്റെ നിങ്ങളുടെയും നമ്മുടെയും